തൽക്കാലം ഷെഡ് വെക്കണ്ട, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ പാടപണി തുടങ്ങുന്നുണ്ട്. പുതിയത് പണി അതുവരെ എന്തെങ്കിലും പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഉപാധികൾ തരാമെന്ന് പറഞ്ഞു. നമ്മുടെ അരസെന്റ് ഭൂമിയല്ലേ ഉള്ളൂ, അപ്പൊ നിയമപരമായി ചില തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ? അതിന്റെ ഒരു പ്രശ്നം വരും. അത് ചെയ്തു, മുനിസിപ്പാലിറ്റി അതിൻ്റെ അവർക്ക് കൈകാര്യം ചെയ്തോളും. അതെ, അവർക്ക് നമുക്കതൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഷെഡ് അല്ലെങ്കിൽ നമ്മളത് വെക്കും. എന്തൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത്? ഇതിൻ്റെ കടയുടെ ആധാരം എന്താ അതിൻ്റെ ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ 4 വർഷം സെക്യൂരിറ്റി വീട്ടിൽ അത്ര സുരക്ഷയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതാണ് ഞാനിവിടെ വെച്ചത്. വിലപിടിപ്പുള്ള എന്തെങ്കിലും നഷ്ടം? വിലപിടിപ്പുള്ള ആധാരം ഉണ്ട്. ഫ്രിഡ്ജ് പോലുള്ള മറ്റു കാര്യങ്ങൾ അവരെടുത്ത് മാറ്റിയിട്ട് അതായത് അത് കംപ്ലൈൻ്റ് ആയി. സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. സ്വർണ്ണം നഷ്ടപ്പെട്ടു. അതിനൊരു മോതിരം ഉണ്ടായിരുന്നു അരപ്പവൻ്റെ. അത് പണം ഒരു 10,000 രൂപ ഉണ്ട്. അത് ബ്ലേഡിൽ നിന്ന് എടുത്ത് മേടിക്കുക. എന്തായാലും ഈ വരുമാനം നിലച്ചല്ലോ, അപ്പോൾ ഈ 600 രൂപ മതിയാകുമോ? ദിവസം 600 രൂപ കാലം നമ്മളതൊന്നും വേറെ പോകുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കുള്ളതല്ല. ഒപ്പം തന്നെ ഈ പുതിയ കട തുറന്നാലേ കടമുറി മാത്രമല്ലേ ഉള്ളൂ, എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് വേണം? പുതിയതായിട്ട് ഫ്രിഡ്ജ് വേണം, നമ്മുടെ ജ്യൂസർ വേണം, സാധനങ്ങൾ ജ്യൂസർ വേണം. പിന്നെ എന്തൊക്കെ? ജ്യൂസറൊക്കെ ഉണ്ടല്ലോ, എല്ലാം പോയി. ഫ്രിഡ്ജും ഏകദേശം നശിച്ചു. പിന്നെ വേറെന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് വെട്ടാവുന്ന കാര്യങ്ങളെല്ലാം ഫാനൊക്കെ ഉണ്ട്. ചേട്ടാ, പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട് മുഖ്യപ്രതിക്ക്. ഇത് പൊളിക്കാൻ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പ്രതിയെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചിട്ടുണ്ട്, ഈ പൊളിക്കാൻ നേതൃത്വം നൽകി ഷാജി എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? നമ്മളുടെ അത് അവരുടെ വകുപ്പാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ നാശനഷ്ടം ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അപ്പം നമുക്കായിട്ട് അതിനകത്ത് ബന്ധമില്ല. മന്ത്രി ഇന്ന് രാവിലെ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉറപ്പ് നൽകിയോ? ഉറപ്പ് നൽകി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് പറയണമെന്ന് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത് പൊളിച്ചോണ്ടിരിക്കുക നമ്മളെ ബുദ്ധിമുട്ട്.